السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. أيها الولد. درس 15. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവൻ്റെ മഹാന്മാരുടെ പാതയിലായി ജീവിപ്പിക്കുകയും ആ വലിയ ശ്രേഷ്ഠമായ പാതയിൽ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദർസുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അയ്യുഹൽ വലദിൻ്റെ ദർസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റേതായതുകൊണ്ട് വളരെ ഉപകാരപ്രദമാണ്. നാം ഒക്കെ പറയുന്നവരും കേൾക്കുന്നവരൊക്കെ ഏറെ ചിന്തിക്കേണ്ടതുമാണ്. അല്ലാഹു നമുക്ക് വലിയ സുഹൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വോയിസുകൾ അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന ആളുകൾ, ആ ഇസ്തിഗ്ഫാറിൻ്റെ വോയിസുകൾ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിന് പെരുത്ത് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. വഖാല ഐളൻ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കാന അവ്വലുൽ ലൈലി, രാത്രിയുടെ ആദ്യ സമയത്ത്, ആ സമയം ആയാൽ, യുനാദി മുനാദിം മിൻ തഹ്തിൽ അർശ്, അർശിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്, ഒരു വിളിയാളം വരുന്നുണ്ട്. അലാ ലിയഖുമിൽ ആബിദൂൻ, ഇബാദത്ത് ചെയ്യുന്ന ശ്രേഷ്ഠരായ ആളുകൾ അവരൊക്കെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളിയാളം വരുന്നുണ്ട്. ഫയഖൂമൂൻ, അപ്പോൾ അവരൊക്കെ എഴുന്നേൽക്കും. വയുസല്ലൂന മാഷാ അല്ലാഹ്, എത്രയാണോ അല്ലാഹു ഉദ്ദേശിച്ചത് അത്ര നിസ്കരിക്കും. അവരുടെ റക്അത്തുകളൊന്നും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ മഹാന്മാർ 1000 റക്അത്തുകളൊക്കെ ഒന്നിച്ച് നിസ്കരിച്ച ചരിതങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, പഠിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾ അവരെഴുന്നേറ്റ് നിസ്കാരത്തിലാണ്. എത്രയാണ് അല്ലാഹു ഉദ്ദേശിച്ചത് അത്ര അവർ നിസ്കരിച്ചു കൂട്ടും. സുമ്മ യുനാദി മുനാദിൻ ഫീ ശത്രിൽ ലൈൽ, രാത്രിയുടെ പകുതിയാകുമ്പോൾ പിന്നെയും വെളിയാളം വരുന്നുണ്ട്. അലാ ലിയഖുമിൽ ഖാനിത്തൂൻ, ഖാനിത്തീങ്ങൾ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ വ്യത്യസ്ത പേരുകളാണ്. ആബിദൂൻ എന്നും ഖാനിത്തൂൻ എന്നും ഒക്കെ പറയുന്നത് ഈ പേരുകളിലാണ്.
ഖാനിത്തൂൻ ഭക്തിയുള്ളവർ, അള്ളാഹുവിനെ നിരന്തരം വണങ്ങുന്നവർ എന്നൊക്കെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഖാനിത്തീങ്ങളൊക്കെ എഴുന്നേൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഫയഖൂമൂൻ, ആ ഖാനിത്തീങ്ങൾ അവർ എഴുന്നേറ്റ് വരുന്നു. വയുസല്ലൂന ഇല സഹർ, പിന്നെ നിസ്കാരം തന്നെയാണ്. അത്താഴ സമയം വരെ ആ ഖാനിത്തീങ്ങൾ നിസ്കാരത്തിലാണ്. ഫൈദാ കാന സഹറു, അനൗൺസ് നിൽക്കുന്നില്ല. അത്താഴ സമയം വരുമ്പോൾ വീണ്ടും യുനാദി മുനാദിൻ, വിളിയാളം വരുന്നു. വിളിക്കുന്ന ആള് അനൗൺസ് ചെയ്യുന്നു, അലാ ലിയഖുമിൽ മുസ്തഗ്ഫിറൂൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയില്ലേ പ്രിയപ്പെട്ട പഠിതാക്കളെ, മുസ്തഗ്ഫിരീങ്ങൾ ബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ മുസ്തഗ്ഫിരീങ്ങളൊക്കെ എഴുന്നേറ്റ് വരട്ടെ. ഫയഖൂമൂന വയസ്തഗ്ഫിറൂൻ, അവരൊക്കെ എഴുന്നേറ്റ് ഇസ്തിഗ്ഫാറിൽ മുഴുകുകയാണ്. അങ്ങനെ രാത്രി സമയങ്ങളിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർത്ത് കഴിയുന്ന അള്ളാഹുവിൻ്റെ ആബിദീങ്ങളും ഖാനിത്തീങ്ങളും മുസ്തഗ്ഫിരീങ്ങളുമായ ആളുകൾ ഇന്നുമുണ്ട്. രാത്രികൾ പല ഭാഗങ്ങളായി മാറ്റിവെച്ച് അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനോടേറെ അടുത്ത് ജീവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ രാത്രികളൊക്കെ എന്താണായി മാറുന്നത്? പലപ്പോഴും നമുക്ക് ഇശാഇൻ്റെ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നു. വിത്ർ നിസ്കാരം നമുക്ക് പല സമയങ്ങളിലും നഷ്ടപ്പെടുന്നു. ഈ മഹാന്മാരൊക്കെ അതിനൊക്കെ അപ്പുറത്താണ്. വിത്റിനെ പറ്റിയൊന്നല്ല പറയുന്നത്, അതിനപ്പുറം തഹജ്ജുദുകളും ദീർഘനേരത്തെ നിസ്കാരങ്ങളൊക്കെ. അങ്ങനെ ഇസ്തിഗ്ഫാറിലായി അവരും മുഴുകുകയാണ്. ഫൈദാ ത്വലഅൽ ഫജ്റു, സുബ്ഹിയായാൽ നാദാ മുനാദിൻ, വിളിയാളം വരുന്നുണ്ട്. അലാ ലിയഖുമിൽ ഗാഫിലൂൻ, ഓ അശ്രദ്ധവാന്മാരെ എഴുന്നേൽക്കൂ, ഓ അശ്രദ്ധവാന്മാരെ എഴുന്നേൽക്കൂ. ഫയഖൂമൂൻ, അവരെഴുന്നേൽക്കുന്നു. മിൻ ഫുറുഷിഹിം, അവരുടെ വിരിപ്പുകളിൽ നിന്ന്. കൽ മൗതാ നുശിറൂ മിൻ ഖുബൂരിഹിം, ഖബറുകളിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുന്ന നേരത്തെ മരണപ്പെട്ടു പോയ ആളുകളില്ലേ, അവരെ പോലെ എഴുന്നേറ്റ് വരുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഈ 4 വിഭാഗത്തിൽ നമ്മുടെ സ്റ്റേജ് എവിടെ എന്ന് അളക്കാതെ മുന്നോട്ട് പോകാൻ വയ്യ. ദീർഘനേരം രാത്രി ഓൺലൈനിലൊക്കെ കഴിഞ്ഞുകൂടി അങ്ങനെ ഉറങ്ങാൻ സമയം വൈകി സുബ്ഹിയും കഴിഞ്ഞെഴുന്നേൽക്കുന്നവരുടെ അവസ്ഥകൾ പറയണോ പ്രിയപ്പെട്ടവരെ? സുബ്ഹിയും കഴിഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ ഉണരുന്നത്. നിസ്കാരം ഖളാ ആക്കുന്നവരെ കുറിച്ചല്ല ഗാഫിലീങ്ങൾ എന്ന് പറയുന്നത്. സുബ്ഹി കഴിഞ്ഞെഴുന്നേൽക്കുന്ന നമ്മെപ്പോലുള്ള ആളുകളെയാണ് ഈ വിളിയാളം തേടി വരുന്നത്. അലാ ലിയഖുമിൽ ഗാഫിലൂൻ, അശ്രദ്ധവാന്മാരെ എഴുന്നേൽക്കൂ. അവർ മൗത്തകളെപ്പോലെ മരണപ്പെട്ടു പോയി ഖബറിലകപ്പെട്ട് പിന്നീട് 2ാം ജന്മം, പുനർജന്മം, ആ പുനർജന്മത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആളുകളെപ്പോലെ അങ്ങ് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുകയാണ്. നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും ഇതിൻ്റെയും താഴെയാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാകില്ല.
ജസ്റ്റ് സുബ്ഹി ഒന്ന് അദാ ആയി നിസ്കരിക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മളിൽ അധിക പേരുകളും. ജസ്റ്റ് ഒരു അദാ. എന്നാൽ വേറൊരു ടീം അതിനും താഴെയുള്ളവരും നമുക്കിടയിൽ കഴിയുന്നുണ്ട് എന്നത് എത്ര സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ സുബ്ഹിന്റെ മുമ്പ് വഅയ്ഖള അഹ്ലഹു കുടുംബത്തെ വിളിച്ചുണർത്തുന്ന പതിവുണ്ട്. കുടുംബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുണർത്തുമെന്ന് ഹദീസിലുണ്ട്. ഇനി നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണെങ്കിൽ പോലും പ്രായപൂർത്തിയെത്തിയ മകനും മകളുമൊക്കെ എത്രയോ സമയം സുബഹിയൊക്കെ ഖളാ ആക്കി കിടന്നുറങ്ങുന്ന വീടുകളുണ്ടെങ്കിൽ ആ വീടിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആ വീട് ഖറാബാണ്, തൊലഞ്ഞ വീടാണ്. ഡെയിലി അള്ളാഹുവിൻ്റെ ശാപം ഇങ്ങനെ വർഷിക്കുന്ന വീടാണ്. മലായിക്കത്തുകൾ ശാപം ചൊരിഞ്ഞു കൊടുക്കുന്ന വീടാണ്. പിന്നെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ലെവലിലെത്തുക? പ്രായപൂർത്തിയെത്തിയ മക്കൾ നിസ്കരിക്കാതെ വീടകത്ത് കിടന്നുറങ്ങുമ്പോൾ എത്ര പ്രയാസമാണ് ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങാൻ. കാരണം ശാപം ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുകയാണ്. കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ, സുബ്ഹി അറിയാതെ. എന്ത് ചെയ്യും നമ്മൾ? എന്ത് ചെയ്യും? ആത്മീയമായ ബോധങ്ങൾ കുട്ടികൾക്ക് നൽകലല്ലാതെ, ആത്മീയമായ ഉപദേശങ്ങളും ആത്മീയമായ ടിപ്സുകളുമൊക്കെ നൽകലല്ലാതെ പരിഹാരമില്ല. വീട് മൊത്തം ആത്മീയമായി സമ്പന്നമാക്കുക, സ്നേഹത്തോടെ പെരുമാറുക, ഇതൊക്കെയാണ് അതിന് പരിഹാരം. അല്ലാതെ നമ്മളെല്ലാവരും ഭൗതികതയുടെ അതിപ്രസരത്തിൽ മുങ്ങിത്താണുപോയാൽ ആ വീടിൻ്റെ അവസ്ഥയൊന്നും ആത്മീയമായി പറയേണ്ടതില്ല. ഭൗതികമായൊരു പക്ഷേ നല്ല നിലവാരത്തിലായിരിക്കാം. എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ, ഞാൻ സുബഹിൻ്റെ ശേഷമാണല്ലോ എഴുന്നേൽക്കൽ എന്നൊക്കെ പറയാൻ ആളുകളുണ്ടാവും. പക്ഷേ അത് അല്ലാഹു തആല റഹ്മാനാണെന്ന ആ വിശേഷണം അറിയാതെ പോകരുത്. അള്ളാഹു ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ്. ആ നിലക്ക് അവർക്കും സന്തോഷവും സമ്പന്നതയും ലഭിക്കും. പക്ഷേ റഹീം എന്ന വിശേഷണം അവിടെ നമ്മൾ തോറ്റുപോയാൽ ഇവിടെ വഴിപ്പെട്ടവർക്ക്, ഇവിടെ ഗഫലത്തില്ലാതെ ജീവിച്ചവർക്ക് ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന റബ്ബ് ആ റഹീം എന്ന വിശേഷണം ഇപ്പുറത്തുണ്ട് എന്ന് ഓർത്തിരിക്കുന്നവർ സുബ്ഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിക്കും. മക്കളെയൊക്കെ വളരെ സ്നേഹത്തോടെ വിളിച്ചുണർത്തും. സ്നേഹം വിട്ട കളിയല്ല, സ്നേഹത്തോടെ, ശാന്തതയോടെ, സന്തോഷത്തോടെ. അപ്പം എല്ലാ മക്കളും വഴിക്ക് വരും. ആത്മീയ ബോധം ആദ്യം ഉമ്മക്കും ഉപ്പക്കും വേണം. അവരാത്മീയത എന്താണെന്ന് വീട്ടിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ലെവലിലെത്തും. ആർക്കും ആത്മീയതയില്ലേ, എല്ലാം നശിക്കും. വീട് ഖറാബ് എന്ന് അതിനെപ്പറ്റി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, എപ്പോഴാണ് ഉറങ്ങുന്നത്, നമ്മൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിത രീതികൾ, നടത്തിപ്പുകൾ എങ്ങനെയാണ്, ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ സമ്പത്ത് നേടിയെടുക്കുന്നത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, എല്ലാം നന്മയിലാണോ എന്നുള്ള ആലോചനകൾ സജീവമാകണം. അള്ളാഹു നമുക്ക് വലിയ ഐശ്വര്യവും അള്ളാഹുവിനെ പേടിച്ചുള്ള ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ ഈ ദർസൊക്കെ കബൂലാക്കി അവൻ്റെ പാനിത്യങ്ങളിലും മുസ്തഗ്ഫിരീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.